ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി അടിപൊളി ഒരു ടാസ്കുമായിട്ടാണ് ബിഗ് ബോസ് വന്നത്. നുണ പറയുക എന്നുള്ളതായിരുന്നു. നിങ്ങളുടെ അടുത്തിരിക്കുന്ന നിങ്ങളുടെ സഹമത്സരാർത്ഥിയെക്കുറിച്ച് കുറച്ച് നുണകൾ നിങ്ങൾ പറയണം. ഓരോരുത്തരും വന്ന് നുണകളൊക്കെ പറഞ്ഞു. ചിലതൊക്കെ അറുബോറായിരുന്നു, ചിലതൊക്കെ കേട്ടിരുന്നപ്പോൾ ചിരി വരികയും ചെയ്തു. എന്നാൽ അവസാനം ജിൻഡോ വന്നു നിന്നത് വെറും ഒരു നുണയുമായിട്ടായിരുന്നില്ല, ഒരു മിസൈലുമായിട്ട് തന്നെയായിരുന്നു. അത് വീണപ്പോൾ തന്നെ ആ വീടിനുള്ളിൽ പല ഹൃദയങ്ങളും പൊട്ടി. അതേ ചൊല്ലി പിന്നീട് അവിടെ വലിയ കലാപം തന്നെ നടന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. ബിഗ് ബോസിന് പരാതി പോകുന്നു. അവിടെ ബിഗ് ബോസിന്റെ ഉള്ളിലുള്ള കോർട്ട്, അവിടെയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും കൂടി കോടതി വിളിച്ചു കൂട്ടുന്നു, വിചാരണ നടത്തുന്നു. എന്തെല്ലാം പുകിലായിരുന്നു ജിൻഡോ കൊണ്ടുവന്നിട്ട് ഈ മിസൈലിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. സംഗതി ഇങ്ങനെയാണ്. റസ്മിനെ കുറിച്ചാണ് ജിൻഡോ സംസാരിച്ചു തുടങ്ങിയത്. ജിൻഡോ പറയുന്നത് നുണയാണ്. അപ്പോൾ നുണയായിട്ട് തന്നെ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ വീട്ടിൽ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തി റസ്മിനാണ്. ശരിക്കും നമുക്കറിയാം, റസ്മിനും ജിൻഡോയും തമ്മിൽ നേർക്ക് നേർ നോക്കിയാൽ കീരിയും പാമ്പുമാണ്. അപ്പോൾ നുണയല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഏറ്റവും അധികം എന്നെ ഇഷ്ടമുള്ള സ്നേഹമുള്ളൊരു വ്യക്തി റസ്മിനാണ്. കഴിഞ്ഞ ദിവസം ബാത്റൂം ഏരിയയിൽ വെച്ചിരിക്കുന്ന ഒരു കത്ത് എൻ്റെ കയ്യിൽ കിട്ടി. അത് റസ്മിൻ എഴുതിയ കത്തായിരുന്നു. ആ കത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പുറത്ത് അർജുൻ ശ്രീതു ലവ് കോംബോ, അത് ഭയങ്കര ചർച്ചയാണ്, അത് സക്സസ് ആയിരിക്കുകയാണ്. എന്നാൽ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ലവ് കോംബോ അത് കട്ട നെഗറ്റീവാണ്. ഇത് റസ്മിൻ ബാത്റൂം ഏറിയയിൽ വെച്ചിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ അത് കിട്ടി, ഞാനത് വായിക്കുകയും ചെയ്തു. സത്യത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റസ്മിന്റെ മുഖഭാവം പതിയെ പതിയെ മാറാൻ തുടങ്ങിയിരിക്കുന്നു. നുണയല്ലേ പറയുന്നത്, അതുകൊണ്ട് കേറി അനാവശ്യം പറയരുത് എന്ന് പറയാനും പറ്റില്ല. നുണപറത്തിൽ ടാസ്ക് ആണ്. സത്യത്തിൽ ജിൻഡോ ഇവിടെ ഒരു മാരക സത്യം വെളിപ്പെടുത്തിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് പുറത്തു പോയി കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി. ആശുപത്രിയിൽ സുഖമില്ലാതെ പോയ റസ്മിൻ തിരിച്ചു വന്നപ്പോഴേക്കും തനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് റസ്മിൻ പകർന്നു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെയുള്ള പല വ്യക്തികളിലും കാര്യമായ മാറ്റമുണ്ട്. റസ്മിൻ മടങ്ങി വന്നതിന് ശേഷം ഗബ്രിയും ജാസ്മിനും തമ്മിൽ പഴയതുപോലെയുള്ള ഒരു ചുറ്റിക്കളി നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ ഒരുമിച്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യും. അതിനപ്പുറത്ത് ഒന്നും തന്നെ അവർ തമ്മിലില്ല. രണ്ടാമത് റസ്മിൻ മടങ്ങി വന്നതിന് ശേഷമാണ് അർജുനും നമ്മുടെ ശ്രീതുവും തമ്മിലുള്ള ആ ഒരു കോംബോ കൂടുതൽ അടുക്കുവാനും കുറെ അധികം സമയം ഒരുമിച്ചിരിക്കുവാനും ഒക്കെ തുടങ്ങുന്ന രീതികളിലേക്ക് മാറിയത്. ജിൻഡപ്പൻ വിളഞ്ഞ മോനാണ്. ജിൻഡപ്പൻ ഇതെല്ലാം കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും അങ്ങേര് മണ്ടനാണ് എന്ന് പറഞ്ഞില്ലേ. അങ്ങേര് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ മണ്ടനാണല്ലോ എന്ന് പറയുന്നുമുണ്ട്. പക്ഷേ അയാൾ മണ്ടനല്ലെന്ന് മാത്രമല്ല, ബുദ്ധിയുടെ കാര്യത്തിൽ മറ്റുള്ളവരൊക്കെ കാണുന്നതിനേക്കാളും കുറച്ച് മുൻപിൽ കൂട്ടി കാണുവാനും ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപിലെറിയുക എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തം അവലംബിക്കുവാനും മിടുക്കനായ ഒരു ഗെയിമർ തന്നെയാണ് ജിൻഡോ. അതുകൊണ്ട് തന്നെ ജിൻഡോ ഒരു വലിയ ബോംബ് അവിടെ പൊട്ടിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പുറത്തു പോയ തക്കത്തില് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് റസ്മിനകത്തേക്ക് വന്നിരിക്കുന്നത്. വന്നതിന് ശേഷം റസ്മിന്റെ പ്രകടനങ്ങളിൽ കാര്യമായിട്ടുള്ള മാറ്റം ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്നോടുള്ള ഇടപെടലുകളിലും വലിയ മാറ്റം കാണുവാൻ സാധിക്കുന്നുണ്ട്. എത്ര കൃത്യമായിട്ടുള്ള ഒബ്സർവേഷനാ. ഇത് തന്നെയാണ് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് മിണ്ടാതെ നടക്കുന്ന സമയത്താണ് ഉർവശി ശാപം ഉപകാരമായി എന്ന് പറയുന്നത് പോലെ ഇന്ന് രാവിലെ നുണ പറച്ചിലിനുള്ള ടാസ്ക് ലഭിച്ചത്. ആ ടാസ്കിൽ വളരെ വ്യക്തതയോടുകൂടി ജിൻഡോ ആ സാധനം പൊളിച്ചടുക്കുകയായിരുന്നു റസ്മിനെ അവിടെ വെച്ച്. റസ്മിൻ എന്തായാലും ഇതിനെതിരെ പരാതിയുമൊക്കെ ആയിട്ട് ബിഗ് ബോസിന്റെ അടുക്കൽ പോവുകയും വീട്ടുകാരുൾപ്പെടുന്ന ഒരു കോടതി ഉണ്ടല്ലോ, ഇടയ്ക്കൊക്കെ പ്രശ്നപരിഹാര സമിതി എന്ന രീതിയിൽ കൂടുന്നത്, ആ സമിതിയുടെ മുൻപിലേക്ക് കോർട്ടിലേക്ക് ഈ പ്രശ്നം ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ റസ്മിന്റെ അടി പതറിപ്പോയി എന്നുള്ളതാണ്. കാരണം ജിൻഡോ പറഞ്ഞിരിക്കുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകളാണ്. അപ്പോൾ തന്നെ റസ്മിനെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കൂടിയാണ്. റസ്മിൻ മടങ്ങി വന്നതിന് ശേഷം സഹമത്സരാർത്ഥികളായ തന്റെ കൂട്ടത്തിൽ നടക്കുന്ന ചില ആൾക്കാർ, അവരിൽ വന്ന മാറ്റങ്ങളുമൊക്കെ ജിൻഡോ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക് ആയിപ്പോയി. ആ ടാസ്കിന്റെ പേര് നുണ പറയുക എന്നുള്ള ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് മറുത്ത് ജിൻഡോയോട് എന്താ ജിൻഡോ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കാൻ പോലും പറ്റില്ല. ബിഗ് ബോസെ, ഞാൻ പറഞ്ഞത് നുണയായിരുന്നു, സത്യമായ കാര്യമല്ല. എൻ്റെ മനസ്സിൽ വന്ന ഒരു കള്ളം ഞാനങ്ങ് വിളിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് പിന്നെ എന്ത് പറയാൻ പറ്റും? ഇവിടെ റസ്മിനെയും പൂട്ടി, ബിഗ് ബോസിനെയും പൂട്ടി. സത്യത്തിൽ പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വലിയൊരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അവസരം ലഭിച്ചപ്പോൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ വളരെ വ്യക്തമായിട്ട് നല്ല ഒന്നാം തരം പണി കൊടുത്ത് എതിർ മത്സരാർത്ഥിയെ മാനസികമായി കീഴ്പ്പെടുത്തി കളഞ്ഞത്. ഇതിനെതിരെ ആർക്ക് എന്ത് പറയാൻ പറ്റും? എന്ത് ബഹളമുണ്ടാക്കാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. മേടിച്ചു കൂട്ടിക്കൊണ്ട് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതാണ് ജിൻഡോ.
ഇപ്പോൾ അയാളെക്കുറിച്ച് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അയാൾ മണ്ടനല്ല, മണ്ടനെ പോലെ അഭിനയിക്കുകയാണ്. പലയിടങ്ങളിലും അയാൾ മണ്ടത്തരങ്ങൾ പറയാറുണ്ട്. പക്ഷേ ആ മണ്ടത്തരങ്ങൾ പോലും അയാളെ മറ്റൊരു തരത്തിൽ ആ മത്സരാർത്ഥികൾ ഇവാലുവേറ്റ് ചെയ്യുവാൻ വേണ്ടി ഇട്ടുകൊടുത്ത സാധനങ്ങളായിരുന്നുവെന്ന്, അല്ലെങ്കിൽ ഇമാതിരി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയെ മണ്ടനെന്ന് മനസ്സിലാകുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? സത്യത്തിൽ കുറച്ച് സമയത്തേക്ക് ഇത് കഴിഞ്ഞപ്പോൾ റസ്മിന്റെ സമനില തന്നെ തെറ്റിപ്പോയി. അടി മസ്തകത്തിൽ തന്നെ കൊണ്ടു എന്നുള്ളത് റസ്മിന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് റസ്മിൻ ദൂരെ മാറി ഇന്നൊരു ക്യാമറയുടെ മുൻപിലേക്ക് എത്തിയിട്ട് അവിടെ ബിഗ് ബോസിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ബിഗ് ബോസ് അയാളെ ഒന്ന് വാൺ ചെയ്യണം, അയാളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇത് എനിക്ക് മാത്രമല്ല ബിഗ് ബോസിന് കൂടി നാണക്കേടാണ്. കാരണം നിങ്ങളാണ് എന്നെ ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്, നിങ്ങൾ തന്നെയാണ് എന്നെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത്. നിങ്ങളുടെ ആൾക്കാരുമായിട്ട്, ഇവിടുത്തെ ക്രൂ മെമ്പേഴ്സുമായിട്ട് മാത്രമേ എനിക്ക് സഹകരണമുള്ളൂ. അപ്പോൾ ഞാൻ പുറത്തു പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അകത്ത് വന്നു ഇവിടെ കത്തെഴുതി വെച്ചു എന്നൊക്കെ അയാൾ ഇവിടെ പറയുമ്പോൾ എന്താണ് മറ്റുള്ളവർ മനസ്സിലാക്കുക? ബിഗ് ബോസ് തന്നെയാണ് ഇവിടെ തെറ്റ് ചെയ്തതെന്നല്ലേ? ഈ തെറ്റുകൾ ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് എനിക്ക് കൂട്ടുനിന്നു എന്നുള്ളതൊക്കെയല്ലേ? ഇത് നാണക്കേടല്ലേ? അതുകൊണ്ട് അയാളെ വിലക്കണം, അയാളെ വാൺ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് റസ്മിൻ പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ബിഗ് ബോസിന് ഒന്നും ചെയ്യാനില്ല ഇവിടെ. കാരണം ജിൻഡോയ്ക്കെതിരെ ബിഗ് ബോസ് നാവ് ചലിപ്പിച്ചാൽ ഉടൻ തന്നെ ബിഗ് ബോസിനോട് ജിൻഡോ മറു ചോദ്യം ചോദിക്കും. ബിഗ് ബോസ്, ഞാനൊരു കള്ളം പറഞ്ഞതല്ലേ, അതിനിപ്പം നിങ്ങളൊക്കെ എന്തിനാ ഇതിനെ വലിയ വിഷയമായിട്ട് പൊക്കിയെടുക്കുന്നത്? അല്ലെങ്കിൽ തന്നെ വാഷ്റൂം ഏരിയയുടെ ഏതെങ്കിലും ഭാഗത്ത് ഒരു കത്ത് ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളൊരു കത്ത് ഞാൻ ഇവിടെ എടുത്ത് വായിച്ചു നോക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇതെല്ലാം കള്ളമല്ലേ എന്ന് ബിഗ് ബോസിനോട് ജിൻഡോ എങ്ങാനും പറഞ്ഞാൽ ബിഗ് ബോസും പെട്ടു. അതുകൊണ്ട് ബിഗ് ബോസിന് ഒന്നും ചോദിക്കാനും കഴിയില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയ്ക്കെതിരെ മാരക ഗെയിമും പ്ലാൻ ചെയ്തുകൊണ്ട് നടന്ന, എവിടെ ജിൻഡോയെ കിട്ടിയാലും ഒതുക്കാൻ വേണ്ടി നടന്ന റസ്മിനും ഇവിടെ പെട്ടു. ഈ ഗെയിമുമായിട്ട് അവതരിച്ച സാക്ഷാൽ ബിഗ് ബോസിനെയും ജിൻഡോ പെടുത്തി. ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും വരാതിരുന്നപ്പോൾ റസ്മിൻ അടുത്തതായി ഈ കേസുമായിട്ട് പോകുന്നത് പവർ ടീമിന്റെ അടുക്കലേക്കാണ്. അവരാണല്ലോ സർവാധികാരികൾ, അവരാണല്ലോ കോടതി കൂടി കാര്യങ്ങൾക്കൊക്കെ ഫൈനൽ തീർപ്പാക്കുന്നവർ. അവരുടെ അടുക്കൽ പോയി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പുറത്തു പോയിട്ട് മടങ്ങി വന്നതിന് ശേഷം പുറത്തുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ഓരോരുത്തരോടും ഇത് രഹസ്യമായി പറഞ്ഞു കൊടുക്കുകയും പലരുടെയും ഗെയിമിനെ സ്വാധീനിക്കുകയും ചെയ്യുന്നു, എൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ ഇയാൾ ഈ വീട്ടിൽ പലരോടും നടന്നു പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് മോശമായ കാര്യമല്ലേ? അത് ബിഗ് ബോസിനെ ആക്ഷേപിക്കലല്ലേ? എന്തായാലും രാവിലത്തെ നുണപറച്ചിൽ ടാസ്കിലെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിരന്തരം പല ആൾക്കാരോടുമുള്ള ചർച്ചകളിൽ ജിൻഡോ ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെതിരെ ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോർട്ടിലേക്ക് ഈ വിഷയം പോവുകയാണ്. കോടതി അങ്ങനെ കേസ് ഏറ്റെടുത്തു. ഇവിടെ ഈ വിഷയം അവതരിപ്പിക്കുന്നത് നമ്മുടെ ശ്രീരേഖയാണ്, പവർ ടീം മെമ്പർ. അവിടെ റസ്മിന് വേണ്ടി സാക്ഷി പറയുവാൻ റസ്മിൻ കൊണ്ടുവന്ന ആള് അർജുനാണ്. അപ്പോൾ അർജുൻ ജിൻഡോയ്ക്കെതിരായിട്ട് സാക്ഷി പറയുകയാണ്. ജിൻഡോ തന്നോട് പറഞ്ഞിരുന്നു, പുറത്തു പോയ റസ്മിൻ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് അകത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റസ്മിന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ട്. മാത്രവുമല്ല പല ആൾക്കാരോടും ഈ വിഷയം റസ്മിൻ പറഞ്ഞിട്ടുമുണ്ട്. ഉടൻ തന്നെ ജിൻഡോ അതിനെ കൗണ്ടർ ചെയ്യുകയാണ്. അയാൾ പറഞ്ഞു, ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പുറത്തേക്ക് റസ്മിൻ പോയി തിരിച്ചകത്തേക്ക് വന്നു, അകത്തേക്ക് വന്ന റസ്മിനിൽ വലിയ മാറ്റങ്ങൾ കണ്ടു എന്നാണ്. അതായത് അവര് വളരെ ആക്റ്റീവായിരുന്നു, അവർ ഡൗൺ ആയിപ്പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പുറത്തത് അറിഞ്ഞ് അകത്ത് വന്നു പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഉടൻ തന്നെ അർജുൻ ഒരു വിവരക്കേട് വീണ്ടും വിളിച്ചു പറയുകയാണ്. പുള്ളി ഇങ്ങനെയാണ് പറഞ്ഞതെങ്കിലും പുള്ളി ഉദ്ദേശിച്ചത് പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചകത്ത് വന്നു എന്നുള്ളതാണെന്ന്. എന്റെ പൊന്നർജുനെ, മണ്ടത്തരം പറയാതെ. അയാൾ പറയുന്ന വാക്കുകൾക്കാണ് ഇവിടെ പ്രസക്തിയുള്ളത്. നിങ്ങൾ എന്ത് വാക്കാണ് കേട്ടത്? നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു എന്നൊക്കെ ഒരു കോടതിയുടെ മുമ്പാകെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെപ്പോലെ മണ്ടൻ ആരാണുള്ളത് ശരിക്കും? ഈ സമയത്ത് കോടതിയിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള ഒപ്പീനിയൻ പറയാനുള്ള അവസരമുണ്ടായിരുന്നു. അഭിഷേക് അവിടെ ഒന്നുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. അർജുൻ പറയുന്ന കാര്യം അടിസ്ഥാനരഹിതമായൊരു കാര്യമാണ്. കാരണം അദ്ദേഹം നിങ്ങളോട് പറഞ്ഞു എന്ന് പറയുന്ന ഈ കാര്യം ഈ വീട്ടിൽ ഞങ്ങളോട് മിക്കപ്പോഴും അദ്ദേഹം അടുത്തിടപഴകുന്ന ഒരാളാണ്. ഞങ്ങളോട് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അയാൾ വേറെ ആരോടെങ്കിലും അത് സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. സായി ഉടൻ തന്നെ പറയുകയാണ്, 1-2 ദിവസങ്ങൾ ഇവിടുന്ന് പുറത്തു പോകുന്ന പല ആൾക്കാരും പുറത്തു പോയിട്ട് മടങ്ങി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാകാം. അവർ പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് അകത്ത് വന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അതിന് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് തെളിയാത്തിടത്തോളം സമയം അദ്ദേഹത്തിന് ഒരു പണിഷ്മെന്റ് കൊടുക്കുവാൻ ഒരിക്കലും കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ നിസ്സാര സമയം കൊണ്ട് കോടതിയിൽ വെച്ച് കേസ് തീർപ്പാക്കി റസ്മിൻ തോറ്റു തൊപ്പിയിട്ടു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതുമാത്രവുമല്ല, റസ്മിൻ പറഞ്ഞ ഈ ബാലിശമായ അടിസ്ഥാനമില്ലാത്ത യാതൊരു തരത്തിലും നിലനിൽപ്പിന് സാധ്യതയില്ലാത്ത ഒരു കേസും പൊക്കിക്കൊണ്ട് വരാൻ ചങ്കൂറ്റം കാണിച്ച ഈ പവർ ടീമും ആ കൂട്ടത്തിൽ തേഞ്ഞുപോയി. ഇപ്പോൾ പല ആൾക്കാർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, ജിൻഡോ മണ്ടനല്ല, ജിൻഡപ്പൻ കേമനാണ്. ജിൻഡോ എടുക്കൽ കളിക്കുന്നത് സൂക്ഷിച്ചു വേണം കളിക്കുവാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ
പോകെ പോകെ ഇതുപോലെയുള്ള പല ഇരുട്ടടികളും പ്രതീക്ഷിക്കാത്ത സമയത്ത് മുഖത്ത് വന്നു വീഴുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. എന്തായാലും ജിൻഡോയെ നമിക്കുകയാണ്. നമ്മുടെ റോക്കി ഭായ് ഉള്ള സമയത്ത് കുറേ ബുദ്ധികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൂർമ്മ ബുദ്ധി, കുരുട്ട് ബുദ്ധി, അങ്ങനെയുള്ള പല ബുദ്ധികൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല. 10ഓളം ബുദ്ധികൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഏത് ബുദ്ധിയാണ് ഇത് എന്നുള്ളതിനെ കുറിച്ച് ഇനി പ്രേക്ഷകർ ഒരു റിസർച്ച് നടത്തേണ്ടത് അനിവാര്യമാണ്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.